കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു, വളരെ സന്തോഷമായി. ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. കളഭാലങ്കാരം ഉണ്ടായത് കക്കാട് ദേവോദിക്കനാണ്. ഇന്ന് ശ്രീലകത്ത് ഒരു നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനാണ് ഇരിക്കുന്നത് കേട്ടോ. ഇടത്തെ കാലൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടേ വലത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴലൊക്കെ വെച്ചിട്ട് കാലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. വലിയ വലിയ ആൾക്കാർ ഇരിക്കണ ആ ഭാവത്തിലാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ ഇരിക്കണത്. ഇന്ന് എന്താ ഇപ്പോൾ അച്ഛൻ പോയപ്പോൾ നന്ദഗോപർ പുറത്തേക്ക് പോയപ്പോഴേ ആ അച്ഛൻ്റെ സ്ഥാനത്താണ് ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. യശോദാമ്മ വരുമ്പോഴേ ഞാൻ തന്നെയാണ് ഇവിടെ വലിയ ആൾ, വേഗം കൊണ്ടുവരൂ, ആ വെണ്ണ അങ്ങോട്ട് കൊടന്നോളൂ എന്ന് പറയാൻ തോന്നുന്നു. കുറച്ച് നല്ല കുസൃതിയിലാണ് ഇരിക്കുന്നത്. വലത്തെ തുടര മുകളിൽ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ പൊന്നോടക്കുഴലിങ്ങനെ വെറുതെ വെച്ചെണ്ണ. അതിനെ വലിയ വലിയ ആൾക്കാരിങ്ങനെ ഇരിക്കില്ലേ, കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ അതേമാതിരിയാണ് ഇരിക്കുന്നത്. ആൾ ചെറുതാണെങ്കിൽ കൂടി ഇരുത്തം അതിമനോഹരമായിട്ടുണ്ട്, വളരെ കേമായിട്ടുണ്ടത്. അത് നന്നായിട്ടത് ചാർത്തിയിട്ടുമുണ്ട് കളഭം കൊണ്ട്. ആ പീലികളുണ്ട്, ആ ചെവിപ്പൂക്കളുണ്ട്, ആ മാലകളുണ്ട്, ആ കയ്യുമ്മിലും കാലുമ്മിലും കാൽത്തളകളുണ്ട്, കൈവളകളുണ്ട്. നല്ല രസമുണ്ട്. ആകെ മൊത്തത്തിലൊരു അലങ്കാരത്തിൽ തന്നെയാണ് ആളിരിക്കണത്. നല്ലൊരു കുസൃതി നിറഞ്ഞിട്ട് ആ ഇരുത്തം കണ്ട് എന്തായാലേ കുറച്ച് ഗൗരവത്തിലാണ് ആളിരിക്കണത്. തന്നെ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ സ്ഥാനത്തിരിക്കണ മാതിരിയാണ്. നന്ദഗോപുരം പുറത്തേക്ക് പോയപ്പോൾ ആ സ്ഥാനത്താണ് ഇരിക്കണ മാതിരിയാണ്. അമ്മ വരുമ്പോൾ അമ്മ വേഗം കൊണ്ടുവരുമോ, എനിക്കുള്ള വെണ്ണ വേഗം കൊണ്ടുവന്ന് തരുമോ എന്ന് പറയണ തോതിലാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് ഗുരുവായൂരപ്പനെ ആ വെണ്ണയല്ല, ആ വെറുതെ ഇരിക്കുന്ന കാലൊക്കെ തൂക്കിയിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനായിട്ട് സങ്കല്പിക്കുക. നമ്മൾ ഗുരുവായൂർക്ക് എത്തുകയാണ്. ഗുരുവായൂരെത്തി തൊഴാനുള്ള ആ ക്യൂവിലൊക്കെ നിന്ന് തൊഴാൻ ശ്രമിക്കുകയാണ് എന്നാണ് സങ്കല്പിക്കുക. അങ്ങനെ ആ സോപാനപ്പടിയിലെത്തി നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ കാണുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനെ. നമ്മുടെ ഉണ്ണിക്കണ്ണനോട് നമ്മളെ എല്ലാ അല്ലലും അവലാദികളും ഒക്കെ ബോധിപ്പിക്കുക. കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഗുരുവായൂരപ്പനിൽ ശരണം പ്രാപിക്കുന്നത്. അല്ലാത്തപ്പോഴും വരും, എന്നാലും കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതൽ നമുക്ക് വിഷമങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ അങ്ങോട്ട് പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ അധികം ആളുകളും വരിക. അല്ലാത്തവരും ഉണ്ട് കേട്ടോ, എന്നാലും ഇതിന് കുറച്ചും കൂടി, കാരണം ഭക്തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്, ഭക്തരിൽ ദാസനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സന്തോഷമാണ്. എല്ലാവരും വരിക, എല്ലാവരും എന്നെ കാണാൻ വരിക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി എന്താണ്, നമ്മളെ വീട്ടിലിരുന്ന് വിളിച്ചാലും ഗുരുവായൂരപ്പൻ കേൾക്കും. പക്ഷേ അവിടെ ചെന്നിട്ട് തിരുമുമ്പിലെത്തിയിട്ട് ആ ഒരു നോക്ക് കണ്ടിട്ട് പറയുമ്പോൾ അതിനൊരു കുറച്ചും കൂടി പ്രാമുഖ്യം കൂടുന്നർത്ഥം. അതുകൊണ്ടാണല്ലോ നമ്മളെ ഭക്തർ ഇത്രയും മഹാക്ഷേത്രമായ ഗുരുവായൂർ ഇത്രയും ഭക്തരുടെ തിരക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ഗുണമുണ്ടായിട്ട് തന്നെയാണ്. അപ്പോൾ ഗുരുവായൂരപ്പനാണ് ഈ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ തന്നെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ട്, അത് സ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. സൃഷ്ടി ബ്രഹ്മാവും സ്ഥിതി വിഷ്ണുവും സംഹാരം ശിവനുമാണല്ലോ. അപ്പോൾ ആ സ്ഥിതിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്. അതിനു വേണ്ടി ഇരിക്കുന്ന, നമ്മളെല്ലാവരും രക്ഷിക്കാനിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ്. എല്ലാവരും എന്നെ ശ്രവിക്കുന്നവരെല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ്, ആ തൊഴുതും കൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളത് സങ്കല്പിക്കുക, മനസ്സിലാണ് സ്മരിക്കുക ഗുരുവായൂരപ്പനെ. അപ്പോൾ നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ആ പോം വഴി നമ്മളെ മനസ്സിൽ തന്നെ തോന്നിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ നമ്മളിലേക്ക് എത്തും അത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്താൽ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.